Good evening, all. Okay. We discussed about cache memory and its different mapping schemes yesterday. And relating to that, there is another kind of memory that is known as content addressable memory, CAM. Content addressable memory or associative memory. Both the names are same. So learn both the names. Both content addressable and associative memory are same. So you can expect question as CAM. What is CAM? CAM, or what is content addressable memory, or what is associative memory. ഏത് രീതി വേണേലും അവർ ചോദിക്കും. ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഡേറ്റയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡേറ്റ അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി ആണെങ്കിൽ പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ പോലും അത് സെർച്ചിങ് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. വളരെ ടൈം കൺസ്യൂമിങ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊന്നും പോരാന്നല്ല, പക്ഷെ ഇപ്പോഴത്തെ റിക്വയർമെന്റിന് അതൊന്നും പോരാ. അതായത് നമ്മളിപ്പോ ഒരു ഇപ്പൊ SBI നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ആ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് ബില്യൺസ് അല്ലെ ട്രില്യൺസ് ഓഫ് റെക്കോർഡുകളുടെ ഇടയിൽ നിന്ന് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് അവർ എടുത്തു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് യൂസ് ചെയ്യുന്ന മെക്കാനിസം ഒരു സാധാരണ രീതിയിലുള്ള അഡ്രസ് ബേസ്ഡ് മെക്കാനിസം ആയിരിക്കത്തില്ല. അതിൻ്റെ അകത്തുള്ള കോണ്ടന്റ് എന്താണ്, എന്ത് കോണ്ടന്റ് ആണ് അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണ് അതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഒരു SBI അക്കൗണ്ട് ഇപ്പൊ 27302 അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആ 37202 എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ പേരിപ്പം എന്താ ഇപ്പം അബ്ദുൾ ഖാദർ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അബ്ദുൾ എന്നുള്ള അല്ലെ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന പേര് സെർച്ച് ചെയ്ത് വെച്ചിട്ട് വരുന്നതായിരിക്കും എന്താ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പം. ഇപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം അറിയുന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അറിയാം. അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓരോ വാക്ക് കൊടുക്കുമ്പോഴും അതിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് അത് താഴെ തരുന്നു. എന്നുവെച്ചാൽ ഏതീന്ന് വരും എന്നുള്ള കാര്യം അത് താഴെ തരുന്നുണ്ട്. ഒക്കെ പറയാൻ പോയി നിങ്ങളുടെ സമയം പോയി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇത് ലാസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു അവരിട്ടേക്കുന്നത്. 7-ാം തീയതി വരെയുള്ള സ്കെഡ്യൂൾ എനിക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ശരി, അപ്പൊ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വേണ്ട ഗ്രാഫിക് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേ കണ്ടോ, അത് ഗ്രാഫിക് ഡിസൈൻ, ഗ്രാഫിക് കാർഡ്, ഗ്രാഫിക്സ്, ഗ്രാഫിക് ഡിസൈൻ കണ്ടോ, ഗ്രാഫിക് ബർഗർ വരെ അവിടെ വന്നു, സാലറി വരെ അവിടെ ചോദിച്ചു. അപ്പം കണ്ടോ ആ ഒരു ബേസ് ചെയ്തിട്ട് അത് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇതുപോലെ ഡേറ്റ സെർച്ചിങ്ങിനും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കണ്ടന്റ് അഡ്രസ്സബിൾ ഓർഗനൈസേഷൻ. അപ്പൊ എങ്ങനെയാണ് ഈ കോണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളൊരു സെർച്ച് സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് സം ഡേറ്റ ഫ്രം എ സ്റ്റോറേജ് യൂണിറ്റ്, ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡേറ്റ ബേസിൽ നിന്നോ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വിച്ച് മാച്ചസ് ദ സ്പെസിഫൈഡ് കോണ്ടന്റ് ആൻഡ് മാർക്സ് ദം ഫോർ റീഡിംഗ്. Because of the architecture of the associative memory, complete data items or part of it can be searched in parallel. അപ്പൊ അതെങ്ങനെയാണ് പാരലൽ ആയിട്ട് സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറെ അധികം റെക്കോർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഭയങ്കര സമയം എടുത്ത് പഠിപ്പിക്കേണ്ടതാണ്, പക്ഷെ നേരെയില്ല. ഇങ്ങനെ കുറെ റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ഡേറ്റ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂസ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പം ആദ്യത്തെ നെയിം അമ്മു, റാണി, രാജു, രവി,
റീന, ഇങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ ഇത് എളുപ്പത്തിന് അങ്ങ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ രവി എന്ന് പറയുന്ന ആളെയാണ് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സാധാരണ സെർച്ചിങ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഇപ്പൊ നിങ്ങളുടെ മാസ്ക് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന രജിസ്റ്റർ ഉണ്ട്, അസോസിയേറ്റീവ് മെമ്മറിയുടെ കീ രജിസ്റ്റർ കെ, അതിൻ്റെ അകത്ത് നിങ്ങൾ രവി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രവിയുടെ ഓരോ ലെറ്ററും ഇങ്ങനെ സെർച്ച് ചെയ്യും. അപ്പൊ അമ്മു അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ അടുത്ത റോയിൽ വന്ന് സെലക്ട് ചെയ്യും, പിന്നെ അടുത്തതിൽ വന്ന് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ പാരലൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ഈ രവി എന്നുള്ളതിന്റെ 6 ഇത് സീക്വൻഷ്യലി സെർച്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ബിറ്റ് വൈസും സെർച്ച് ചെയ്യും. അതായത് ഇങ്ങനെ കണ്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലെറ്റർ 6 ആണ്. അപ്പൊ ഇതേ ആദ്യത്തെ സെർച്ചിൽ തന്നെ അമ്മു ഔട്ടായി. ഇനിയിപ്പോ അത് കുറച്ചേ ഉള്ളൂ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. രണ്ടാമത്തെ ലെറ്റർ എ ആണ്. അപ്പൊ ഇനി ആരുണ്ട്? റാണി നിൽക്കും അല്ലെ, രാജു നിൽക്കും, രവി നിൽക്കും, റീന പോയി. കാരണം ഇ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അടുത്തത് വി വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? റാണി പോകും, രാജു പോകും അല്ലെ, പിന്നെ രവിയേ ഉള്ളൂ കണ്ടോ. പിന്നെ ഐ കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കും. അപ്പൊ നോക്കിയേ, ഈ ഫുൾ എല്ലാം ഇപ്പൊ കണ്ടോ, റീനയിലേക്ക് ഒരു സീരിയൽ സെർച്ച് വന്നിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് അയാൾ പോയി. അമ്മു ആദ്യത്തെ ഐറ്ററേഷനിൽ തന്നെ പോയി. അപ്പൊ നമ്മൾ വളരെ ഫാസ്റ്റ് സീരിയലായിട്ടും പാരലലായിട്ടും ബിറ്റ്സിനെ സെർച്ച് ചെയ്തിട്ടായിരിക്കും അവിടെ എടുക്കുക. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇതിന്റെ ഹാർഡ്വെയറിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഈ ഫിഗർ ഒക്കെ ഒന്ന് വരച്ച് പഠിക്കണേ. കണ്ടോ, ഇവിടെ ഒരു ആർഗ്യുമെന്റ് രജിസ്റ്റർ ഉണ്ട് വിത്ത് n ബിറ്റ്സും, പിന്നെ ഒരു കീ രജിസ്റ്റർ ഉണ്ട് വിത്ത് n ബിറ്റ്സ്. ഈ n ബിറ്റ്സ് എന്ന് ഇത് പറയാൻ കാരണം നമ്മുടെ ഈ അസോസിയേറ്റീവ് മെമ്മറിയിൽ ഓരോ വേർഡും അല്ലെ, ഇന്നലെ നമ്മൾ പഠിച്ചു 16 × 8 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം 16 വേർഡ്സ് ഉണ്ട്, ഓരോ വേർഡ്സിലും 8 ബിറ്റ് വെച്ചിട്ടുണ്ടെന്നാ. അപ്പൊ ഇവിടെ m വേർഡ്സ് ഉണ്ട്, ഓരോ വേർഡ്സിലും n ബിറ്റ്സ് ഉണ്ട്. n ബിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ രജിസ്റ്ററിന്റെ, ഇപ്പൊ രജിസ്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇത് n ബിറ്റ് രജിസ്റ്റർ ആണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ സെർച്ച് കീയെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ m വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടത് ഇവിടെ ഒരാൾ വന്നു, മാച്ച് രജിസ്റ്റർ. ഈ മാച്ച് രജിസ്റ്റർ ഒരു m ബിറ്റ് രജിസ്റ്റർ ആണ്. ഇത് വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ വെച്ചേക്കോ. അപ്പൊ ഇവിടെ നോക്കി, ഞാനിവിടെ കാണിച്ചു തന്നത്, ഇവിടെ ഒരു മാച്ച് രജിസ്റ്റർ നിങ്ങൾ വരച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ആദ്യത്തെ ഐറ്ററേഷനിൽ ഇത് 0 നോ മാച്ച്. ഇത് 1, ഇത് 1, ഇത് 1, ഇത് വന്നു. രണ്ടാമത്തെ ഐറ്ററേഷനിൽ ഇത് 0 കാണിക്കും കണ്ടോ. അപ്പൊ ലാസ്റ്റ് ഐറ്ററേഷനിൽ ഹൈ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബിറ്റ് ഈ രവിയോട് ചേർന്നുള്ളത് മാത്രമായിരിക്കും. അപ്പൊ ആ റോ ആയിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് റോ ആയിരിക്കും നമ്മളിവിടെ റീഡ് ചെയ്തെടുക്കുന്നത്. അതാണ് മാച്ച് രജിസ്റ്ററിന്റെ അവിടുത്തെ റോൾ എന്ന് പറയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അറേ ഓഫ് എ മെമ്മറി അറേ and logic of m words and n bits per word. Then both argument register A and key register K have n bits each. Each bit of argument and key register is for 1 bit of the word. The match register m has m bits, 1 each for each memory word. What is the meaning of this sentence? The match register m, uppercase m is the name of the register, has m bits, 1 each for each memory word. അത് ഓരോ മെമ്മറി വേർഡിനും ഞാനിപ്പോ ഇവിടെ വരച്ച് കാണിച്ചില്ല, ഇത് ഓരോ മെമ്മറി വേർഡാ. അപ്പൊ ഇവിടെ നിങ്ങളുടെ രജിസ്റ്ററിൽ ഇപ്പൊ ഞാൻ തന്ന കോൺഫിഗറേഷൻ ആണെങ്കിൽ 16 ബിറ്റ് ഉള്ള, അതായത് 16 × 8 മെമ്മറി ആണെങ്കിൽ 16 ബിറ്റുള്ള എന്ത് വേണം? 16 ബിറ്റുള്ള മാച്ച് രജിസ്റ്റർ വേണം. കാരണം 16 വേർഡ്സ് ഉണ്ടായിരിക്കും. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാവോ നിങ്ങൾക്ക്? ഓഡിയബിൾ? ഹലോ ഹലോ. ഓക്കെ. അപ്പൊ 16 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ 16 വേർഡ്സ് ഉള്ളത് കൊണ്ട് 16 ബിറ്റുള്ള മാച്ച് രജിസ്റ്റർ വേണം ഇവിടെ കൊടുക്കാൻ പറ്റി. അതാണ് അവർ പറഞ്ഞത്. The key register provides a mask for choosing the particular field or key
in the argument word and the entire argument is compared with each word. അതായത് നിങ്ങൾ കൊടുക്കുന്ന എന്തോന്നാ സെർച്ച്, സപ്പോസ് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ രവി എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ, അല്ലെ ആളെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഈ ആർഗ്യുമെന്റ് രജിസ്റ്ററിൽ വരും. Then otherwise only those bits in the argument have ones in their corresponding positions of the key registers are compared. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇത് സെർച്ച് ചെയ്ത് പോവാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. We consider an associative memory of just 2 bytes. 2 byte മാത്രമേ ഉള്ളൂ. The content register and argument register. ആർഗ്യുമെന്റ് രജിസ്റ്ററിന്റെ വാല്യൂ ഇതുപോലെയാണ് 011. അങ്ങനെ കീ രജിസ്റ്ററിന്റെ അകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, 4140 കൊടുത്തിട്ടുണ്ട്. ബിറ്റ്സ് ടു ബി മാച്ച് ചെയ്യാനുള്ളത് കൊടുത്തു. വേർഡ് 1 ഇതാണ് നിങ്ങളുടെ സ്റ്റോറേജിലെ വേർഡ് 1. ഇത് വേർഡ് 2 ആണ്. അപ്പൊ ഈ വേർഡ് 2 നോട്ട് മാച്ച് കാണിച്ചു. അത് നോട്ട് മാച്ച് കാണിക്കാൻ വേണ്ടിയുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് 0 ആണ്. ഉണ്ടോ, 0ഉം 1ഉം കൊടുത്തു. മാച്ച് വേർഡ് ചെക്ക് ചെയ്തു. 0 corresponding to 0, 1 corresponding to 1. അപ്പൊ എന്ത് പറ്റും, നിങ്ങളുടെ എന്തോന്നാ മാച്ച് രജിസ്റ്റർ എന്ന് പറയുന്നതിന്റെ അകത്ത് ഈ ഫസ്റ്റ് വേർഡിൻ്റെത് ഹൈ കാണിക്കും, 1 കാണിക്കും, ഇവിടുത്തേത് അത് 0 കാണിക്കും. ഇനി അടുത്തത് വരുന്നത് വെർച്വൽ മെമ്മറിയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നമ്മളുടെ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത് വെർച്വൽ മെമ്മറി കൺസെപ്റ്റിലാണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ നോട്ട് റിയൽ എന്നാണ് മീനിങ്, അല്ലെ? അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു മെമ്മറി ഇല്ല. അപ്പൊ സാധാരണ ഒരു പ്രോബ്ലം വരുന്നത് കമ്പയറിംഗ് ടു ദ യൂസർ പ്രോഗ്രാം, വെദർ ഇറ്റ് മേ ബി എ software like an operating system or any other application software, the size of the primary memory is incompatible with the size of the software. So what happened is that we can't load the complete portion of the software, whether it is an operating system or your program, any other application program or program developed by you, you can't load it into the primary memory at a time. എന്നുവെച്ചാൽ ഫുൾ പ്രോഗ്രാം ഒരുമിച്ച് കൊണ്ട് പ്രൈമറി മെമ്മറിയിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും, സിസ്റ്റം ഷോസ് നോട്ട് ഇനഫ് മെമ്മറി എറർ. ബട്ട് വി ക്യാൻ യൂസ് സം അതർ ടെക്നിക്സ് ടു ബി പ്രിറ്റൻഡ് that there is enough memory to load the entire program, provided all the portions of the program is not used at a time. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുള്ള് ലോഡ് ചെയ്യുമൊന്നും വേണ്ട. സത്യം പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏതാണ്ട് ഒരു 25%, 28% എങ്ങാണ്ട് മാത്രമാണ് പ്രൈമറി മെമ്മറിയിൽ അറ്റ് എ ടൈം ലോഡ് ആവുന്നത്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൃത്തിയായിട്ട് പ്രൈമറി മെമ്മറി കയറി ഇരുന്ന് എന്ത് പറ്റും, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും ഓപ്പൺ ചെയ്യാൻ പ്രൈമറി മെമ്മറിയിൽ ഇട കാണില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാല് ഈ പ്രൈമറി മെമ്മറിയെ അല്ലെങ്കിൽ ഈ പ്രൈമറി മെമ്മറിയിൽ ഇടയുണ്ട് എന്നങ്ങ് സങ്കല്പിക്കും. എങ്ങനെ, നമ്മൾ പ്രൈമറി മെമ്മറിയുടെ എമൗണ്ട് പ്ലസ് സെക്കൻഡറി മെമ്മറിയുടെ എമൗണ്ട് ആണ് ടോട്ടൽ എമൗണ്ട് എന്ന് കാണിക്കും. അതെ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോഡ് ചെയ്യേണ്ട പ്രോഗ്രാമിന്റെ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക്, ഇന്നലെ നമ്മൾ പേജും ബ്ലോക്കും സെക്ടറും ഒക്കെ കാണിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ സെക്ടർ അല്ലെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ അറ്റ് എ ടൈം നമ്മളുടെ പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെ നമ്മുടെ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിപ്പം നിങ്ങളുടെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3ഉം ഇരിപ്പുണ്ട്. ഇത് നിങ്ങളുടെ ബ്ലോക്ക് 4 ആണ്. എപ്പോഴെങ്കിലും ബ്ലോക്ക് 4 ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ബ്ലോക്ക് 1ഓ 2ഓ ഏതെങ്കിലും ഒന്നിനെ സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റിയിട്ട് ആ സ്പേസിൽ ബ്ലോക്ക് 4 ലോഡ് ചെയ്യും. ഇതൊക്കെ ഒരു നിമിഷാർത്ഥം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതാണ് അതിന്റെ ടെക്നിക്ക്. ഇപ്പൊ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ഹാളിൽ വെച്ച് നിങ്ങൾ നടത്തോ, ഏതെങ്കിലും നിങ്ങളൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരു 200 പേരെ ക്ഷണിച്ചു, ഒരു ചെറിയ പരിപാടി, അല്ലെങ്കിൽ 150 പേരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. ഒരു ബർത്ത്ഡേയോ ഒരു ആനിവേഴ്സറിയോ എന്തെങ്കിലും വെച്ചോന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോകണം അങ്ങോട്ടേക്ക്. അപ്പൊ നിങ്ങൾ ഈ 200 പേർക്ക് വേണ്ടി 2 ബസ്സൊക്കെ ബുക്ക് ചെയ്യുമോ? 3
ഒരു 50 സീറ്റ് 49 സീറ്റ് ബസ്സൊക്കെ ഉണ്ട്, എന്നാൽ ഒരു 3 എണ്ണം ഇരിക്കട്ടെ എന്ന് പറയുമോ, അതോ നിങ്ങൾ ട്രിപ്പ് അടിക്കൂ? അപ്പം നിങ്ങൾ പറയാണ്, അത്രയും പേർക്ക് പോകാനായിട്ടുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ട് അത്രയും പേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കി വിടാൻ ക്ഷണിക്കുന്നില്ല എന്ന് വെക്കുമോ, അതോ ട്രിപ്പ് അടിച്ചിട്ട് ഇവരെ കൊണ്ടുവിടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, അവിടെ ഫുഡ് വേറെ സ്ഥലത്താണ്, അതുമായിട്ട് ചേർന്നിട്ടുള്ള വേറൊരു ചെറിയ ഹോളിൽ, അവിടെ അറ്റ് എ ടൈം ഒരു 30 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ നടക്കുന്നതിന് പാരലായിട്ട് ഫുഡ് സെർവ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആ 30 പേര് കഴിച്ചിറങ്ങുമ്പോൾ അടുത്ത 30 പേര് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ 30 പേരെ മാത്രം ക്ഷണിച്ച് സെറ്റാക്കി വിടുവോ? ഇല്ല. ഈ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. Virtual memory system works on the principle that portions of the program or data are loaded into the main memory as per the requirement. ഇതാണ് അതിന്റെ കീ പോയിന്റ്. റിക്വയർമെന്റ് അനുസരിച്ച് മാത്രമായിരിക്കും അത് ലോഡ് ആവും. This gives an illusion to the programmer that they have very large main memory at their disposal. When an address is generated to reference a data item, virtual address generated by the processor is mapped to a physical address in the main memory. The translation or mapping is handled automatically by the hardware by means of a mapping table. ഇപ്പൊ നമ്മൾ ഇവിടെയും എന്താ മാപ്പിംഗ് ടേബിളാ. ഇവിടെ എന്താ പ്രശ്നം? പ്രോഗ്രാം എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസറിനോട് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്ന് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറ്റും? ഈ 150 പേരുണ്ടെങ്കിൽ 150 പേരെ ഒക്കുപ്പൈ ചെയ്യും എന്നുള്ള ഒരു ധാരണയില്ല. പക്ഷെ ആക്ച്വലി നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ 50 പേർക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന അഡ്രസ് എത്രയായിരിക്കും? 1 2 3 അപ് ടു 150 ആയിരിക്കും. പക്ഷേ പ്രൈമറി മെമ്മറിയിൽ എത്രയേ ഉള്ളൂ? നോട്ട് 1 2 3, ഇറ്റ്സ് 0 0 1 2 3 0 to 149 ആയിരിക്കും. പക്ഷെ പ്രൈമറി മെമ്മറി വരുമ്പോൾ അത് എത്ര വരും? 0 to 49 ആണ്. അപ്പൊ എന്ത് സംഭവിക്കും ഇവിടെ? നിങ്ങളിപ്പോ ഒരു 100 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് യൂസർ തന്നു, അതായത് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയും. അയാൾക്ക് ആ 100 എന്ന് പറയുന്ന അഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ 100 എന്ന് പറയുന്ന അഡ്രസ്സിനെ എന്താക്കി മാറ്റണം? ഈ ഒരു റേഞ്ചിനുള്ളിലാക്കി മാറ്റണം അല്ലെ? ഇന്നലെ ചെയ്ത അതേ പരിപാടി. ഈ 100 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആക്ച്വലി അവിടെ ഇല്ല, അത്രയും സ്പേസ് നമുക്ക് അവിടെ ഇല്ല. നമ്മുടെ കയ്യിൽ ആകെ 50 ലൊക്കേഷനേ ഉള്ളൂ. അപ്പൊ ഈ 100നെ 50 ആക്കി മാപ്പ് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ പല മാപ്പിംഗ് സ്കീംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട്, വെർച്വൽ മെമ്മറി മാപ്പിംഗ് ടേബിൾ എന്ന് പറയും, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഭാഗ്യം ഇത് ആ പഴയ പാഠം തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, യു സപ്പോസ് ഇതൊരു എക്സാമ്പിൾ. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ വെർച്വൽ മെമ്മറി 256K. ഓക്കെ, ഇത് 256K. 256 എന്ന് പറഞ്ഞ് 2⁻²18. അപ്പൊ ഇതിന്റെ അഡ്രസ് എത്രയുണ്ട്? 18 ബിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ 18 ബിറ്റ്സ് വെച്ചിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് ആയിരിക്കും ആര് തരുന്നത്? ഇൻ മെയിൻ മെമ്മറി. ബട്ട് ദ സിസ്റ്റം ഓൾസോ ഹാസ് ഓക്സിലറി മെമ്മറി. ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി മെമ്മറി. അപ്പൊ നമ്മൾ അതും കൂടി അങ്ങ് ആഡ് ചെയ്യും. ഉണ്ടോ? അപ്പൊ എത്ര വന്നു? കപ്പാസിറ്റി ഓഫ് 16 മെയിൻ മെമ്മറി. 16 മെയിൻ മെമ്മറി ഇരിക്കുന്നതിന്റെ അത്രയും ഉണ്ട്. അപ്പൊ എത്ര വരും? 256 into 16. ഇവിടെ 16 ബിറ്റ് എന്ന് എടുക്കരുതേ, ഇത് അത്ര അതിന്റെ 16 ടൈംസ് വരും. അപ്പൊ മൊത്തം എത്ര വരും? 1496 എന്ന് പറഞ്ഞാൽ എത്രയാ? 24 ബിറ്റ് അഡ്രസ്. അപ്പോ യൂസർ തരുന്നത്, പ്രോഗ്രാമർ തരുന്നത് എത്രയായിരിക്കും? 24 ബിറ്റ് അഡ്രസ്സാ. കാരണം അങ്ങേരോട് പറഞ്ഞിരിക്കുന്ന അത്ര മെമ്മറി ഉണ്ടെന്ന്. അപ്പൊ അയാൾ പ്രോഗ്രാം എഴുതുമ്പോൾ റെഫറൻസ് വരുമ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമുക്ക്, അത്രയും ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അഡ്രസ്സിംഗ് സിസ്റ്റം വരിക. പക്ഷെ ആകെ എത്രയേ ഉള്ളൂ?
18 ബിറ്റിന് അഡ്രസ്സേ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, കാരണം പ്രൈമറി മെമ്മറിയിൽ ഇരിക്കുന്ന ഡേറ്റ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഈ 24 ബിറ്റിനെ 18 ബിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണ് വെർച്വൽ അഡ്രസ്. അപ്പൊ ഈ വെർച്വൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ യൂസർ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രസ്സ് ഒരു വെർച്വൽ അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ആവുന്നു. ഇവിടെ ഒരു മെമ്മറി മാപ്പിംഗ് ടേബിൾ ഉണ്ട്. ആ മാപ്പിംഗ് ടേബിൾ യൂസ് ചെയ്തിട്ട് മെമ്മറി ടേബിൾ ബഫറിലേക്ക് ഡേറ്റ പോകുന്നു. മെയിൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, 18 ബിറ്റ്സ് ഉണ്ട്. അത് മെയിൻ മെമ്മറി, ദെൻ മെയിൻ മെമ്മറി ബഫർ രജിസ്റ്റർ ആയിട്ട് ഉണ്ട്. സോ ദ വെർച്വൽ അഡ്രസ് മാപ്പിംഗ് ടു ഫിസിക്കൽ അഡ്രസ്, വെർച്വൽ അഡ്രസ് മാപ്പിംഗ് ടു ഫിസിക്കൽ അഡ്രസ് ആണ് അടുത്തത് വരുന്നത്. സോറി, എന്റെ ത്രോട്ട് അത്ര ശരിയല്ല, അതുകൊണ്ട് ഈ ഇടയ്ക്ക് വേണ്ടാത്ത ശബ്ദമൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ്. ഇൻ എ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ് ദ ഡേറ്റ ആർ transferred to and from the auxiliary memory to the main memory based on the demands imposed by the processor. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. എല്ലാ ഡേറ്റയും ഒറ്റയടിക്ക് വരത്തില്ല. ആ പ്രോഗ്രാമിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഏതൊക്കെ ഡേറ്റ വേണോ അത് മാത്രമായിരിക്കും സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. എക്സിക്യൂട്ട് ചെയ്യുന്ന ഇപ്പൊ ഒരു വലിയ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മോഡ്യൂൾസ് ഉണ്ടാവും അല്ലെ. ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ്വെയറാണ്. അതിന്റെ എല്ലാ പാർട്ടും നമുക്ക് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് ആവശ്യമില്ല, അത് ആവശ്യപ്പെടുന്ന സമയത്ത് മതി. ആ ഒരു കൺസെപ്റ്റ് ആണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. സമ്മറി വായിക്കണം, ചെക്ക് യുവർ പ്രോഗ്രസ് വായിക്കണം, ഉറപ്പായിട്ടും വായിക്കണം. പിന്നെ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ. അതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം ചെക്ക് ചെയ്തോട്ടെ. നമ്മൾ തേർഡ് ബ്ലോക്ക് തൊട്ട് പോലും നോക്കിയില്ല. എനിക്ക് തോന്നുന്നു അവർ 1-2 ക്ലാസ് കൂടി ഇട്ടുമായിരിക്കില്ല. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ ബ്ലോക്ക് പെട്ടെന്ന് പറയാം. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷന്റെ അകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്നത് മെമ്മറി മാപ്പ്ഡ് ഐബാറോ മാപ്പ്ഡ് ഐബാറോ DMA അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടേക്കാം, വായിച്ചാൽ മനസ്സിലാവുന്ന പോലെ. അതായത് നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീനിൽ നിന്നും എക്സ്റ്റേണൽ വേൾഡിലേക്കുള്ള വിൻഡോസ് അല്ലെങ്കിൽ അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. അപ്പൊ കീബോർഡ് ഒക്കെ യൂസ് ചെയ്തു, ഇപ്പൊ ഞാൻ മൗസോ അല്ലെങ്കിൽ എൻ്റെ പെൻടാബിന്റെ പെന്ന് യൂസ് ചെയ്തു, ഞാൻ വരച്ചു, ഇപ്പൊ ഞാനിവിടെ എഴുതി കണ്ടോ, ഞാൻ വരച്ചു. ഇതൊക്കെ ഓൺ ദ സ്പോട്ടിൽ അവർ കാണിക്കുന്നത് നിങ്ങളുടെ സ്ക്രീനിലാണ്. അപ്പൊ ഇൻപുട്ടുമായി ഒരു പരിധി വരെ ഔട്ട്പുട്ടുമായി. ഈ സിസ്റ്റം എങ്ങനെയാണ്, ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ചാപ്റ്ററിൽ അവർ പറയുന്നത്. അപ്പൊ അതിന് ഐബാറോ ഇന്റർഫേസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഈ ഇന്റർഫേസസ് പോരാതെ വരുമ്പോൾ നമ്മൾ ചാനൽസ് യൂസ് ചെയ്യും. ഈ ചാനൽസിനെക്കാട്ടി കൂടുതൽ ലോഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇപ്പം ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് വരുമ്പം ഈ ഡേറ്റ ഭയങ്കര ബൾക്ക് എമൗണ്ട് അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ CPU-നെ കണ്ടവാനും വിഷമിപ്പിക്കാറില്ല, നമ്മളത് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് മെമ്മറി ട്രാൻസ്ഫർ യൂസ് ചെയ്യും. അപ്പൊ അതിലും ബൾക്ക് എമൗണ്ട് ആയിട്ട് വരുമ്പോൾ, ഇപ്പൊ മില്യൺസ് അല്ല ട്രില്യൺസ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ സ്കൂളിലും കോളേജിലും അല്ലെ നമ്മുടെ ഓഫീസിലൊക്കെ മാനേജർക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടിയ ഒരു പണി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസിസ്റ്റന്റ് മാനേജറെ വെക്കും അല്ലെ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ CPU-ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ പണി വന്നു കഴിയുമ്പോൾ നമ്മളൊരു കോ പ്രോസസറിനെ വെക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ഐബാറോ പ്രോസസർ വെച്ച് നമ്മൾ അത് പ്രോസസ് ചെയ്യും. ഇവിടെ ഇതാണ് നിങ്ങളുടെ ഫിഗർ. ടിപ്പിക്കൽ മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ബ്ലോക്ക് ഡയഗ്രാം. ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ RAM ഇതൊക്കെ നമുക്കറിയാം. ഡിസ്പ്ലേ ഇന്റർഫേസ് ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പരിധി വരെ അത് ഔട്ട്പുട്ട് ആണ്, അതിലേക്കുള്ള ഇന്റർഫേസ് ഉണ്ട്. പിന്നെ MBU ഓർ CPU,
മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ ഒരു ഇന്ററപ്റ്റ് ലൈൻ ഉണ്ട്, കീബോർഡ് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി കീബോർഡ് ഉണ്ട്, പിന്നെയോ ഈ റോം അതിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ് ഡീകോഡർ ഉണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരിക. ഇവിടെ MBU മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഐബാറോ ഡിവൈസസിനെ പെരിഫറൽ ഓർ എക്സ്റ്റേണൽ ഡിവൈസസ് എന്നൂടെ നമ്മൾ പറയാറുണ്ട്. ആ പേര് ഓർത്തിരിക്കണേ, അല്ലെ ചിലപ്പോൾ അവർ അങ്ങനെ ചോദിക്കും എന്താണ് ഈ പെരിഫറൽ അല്ലെ ഐബാറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എഴുതാനായിട്ട് പഠിക്കണം. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ വേറൊരു പേരാണ് പെരിഫറൽ. എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എപ്പോഴും ഔട്ട്സൈഡ് ദ മെഷീൻ ആയിരിക്കും ഇരിക്കുക, അതുകൊണ്ടാണ് അവയെ പെരിഫറൽസ് എന്ന് പറയാം. ഇത് ഹ്യൂമൻ റീഡബിൾ ആണ്. These devices provide information in human readable form. Then example, display, terminals and printers. Then machine readable form. These devices provide information in machine readable form. Example, magnetic disk, CD, etc. Then communication. These devices provide information to communicate to devices such as മോഡം. അപ്പൊ ഏതൊക്കെയാണ് ആ കാറ്റഗറി വരുന്നെന്നുള്ള. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസസിനെ അല്ലെ ഐബാറോ ഇന്റർഫേസ്, IBAR-O അതാണ് കേട്ടോ. I/O എന്നൊന്നും വായിക്കരുത്, IBAR-O അത് ഒരുമിച്ച് പറയുമ്പോൾ ഐബാറോ അങ്ങനെ പറയും. ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനെ ഒരു മോഡ്യൂൾ ആയിട്ടാണ്, എന്ന് വെച്ചാൽ അതൊരു സെഷൻ ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനൊരു മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും നമ്മൾ കീബോർഡ് ഒരു മെക്കാനിക്കൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് അല്ലെ. നമ്മളൊരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് മെക്കാനിക്കൽ പാർട്ട് ഇലക്ട്രിക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുകയും അതിന്റെ കറസ്പോണ്ടിങ് പൾസസ് ആ ഇൻപുട്ട് യൂണിറ്റിൽ ചെല്ലും. ഇൻപുട്ട് യൂണിറ്റിൽ ചെന്നിട്ട് ആ ഇൻപുട്ട് യൂണിറ്റ് ആണ് അതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് ആ ഇലക്ട്രിക് പൾസസിനെ CPU കൊടുക്കുന്നു. CPU ആ പൾസസിനെ റെക്കഗ്നൈസ് ചെയ്തോ ഇത് A എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ ഇത് എന്താ ആസ്ട്രിസ്ക് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ് ഈ പ്രസ് ചെയ്താൽ ഇത് എൻറ്റർ കീ ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഇന്റർഫേസിങ് നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് CPU കിട്ടുന്ന ഡേറ്റയെ അത് ഇലക്ട്രോണിക് സിഗ്നൽസ് ആണ്. ആ പൾസസിനെ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഇത് മൊത്തം ഫിഗറും ടേബിളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ഇന്റർഫേസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവരൊരു ടേബിൾ എടുത്ത് തന്നിട്ടുണ്ട്, പെരിഫറൽ ഡിവൈസസ് ആൻഡ് പ്രോസസിംഗ് യൂണിറ്റ് കമ്പോണൻസ്. അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്രോസസർ ആൻഡ് മെമ്മറി ആർ ഇലക്ട്രോണിക് ഡിവൈസസ്, പെരിഫറൽ ഡിവൈസസ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആവാം, ചിലപ്പം മാഗ്നറ്റിക് ഡിവൈസസ് ആവാം, ചിലപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ആവാം. ഇപ്പോ നമ്മളുടെ ഇപ്പം ബാക്കപ്പിന് വേണ്ടി മാത്രമേ നമ്മൾ മാഗ്നറ്റിക് ടേപ്സ് യൂസ് ചെയ്യാറുള്ളൂ അല്ലെ. അത് മാഗ്നറ്റിക് ഡിവൈസസ് ആണ്. അത് അതിന്റെ മെക്കാനിസവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അല്ലെ, റീഡ് ഹെഡും എല്ലാം ഒക്കെ വെച്ച് റെഡി ആയി കഴിയുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ് ആയി. അപ്പം അത് എന്തായിരിക്കും ഈ അങ്ങനെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസും വർക്ക്സ് ഇൻ ആൻ എൻറ്റയർലി ഡിഫറെന്റ് മാനർ, സോ ഇറ്റ് റിക്വയർസ് ആൻ ഇന്റർഫേസ്. ദെൻ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് വ്യത്യാസമായിരിക്കും. CPU ഈസ് ഫാസ്റ്റർ ദാൻ ഓൾ അതർ മെമ്മറി ഡിവൈസസ്. അപ്പൊ അത് സിങ്കർണൈസ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രോസസർ യൂസസ് വേർഡ് ഫോർമാറ്റ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്നലെയാണോ മിനിങ്ങാന്നാണോ നമ്മൾ പാരലൽ സീരിയൽ ടു പാരലൽ രജിസ്റ്റേഴ്സ് പറഞ്ഞ സമയത്ത് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, സീരിയൽ ഔട്ട്പുട്ട് അതൊക്കെ പഠിച്ചപ്പോൾ ബഫേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രോസസർ വേർഡ് ഫോർമാറ്റിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്ലോക്ക് പൾസിൽ ഇപ്പൊ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ആ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോസസറിന്റെ അകത്ത് എന്തായിരിക്കും സംഭവിക്കുക? 16 ബിറ്റ്സും ഒരൊറ്റ ക്ലോക്ക് പൾസിൽ പ്രോസസർ റീഡ് ചെയ്തെടുക്കും. പക്ഷേ കീബോർഡ് അത്ര ഒന്നും ഫാസ്റ്റ് അല്ല, അത് ബിറ്റ് ബൈ ബിറ്റ് ആയിരിക്കും, സീക്വൻഷ്യൽ ഫോമിലായിരിക്കും. അപ്പൊ സ്ലോനെസ് ഉണ്ടാവും, അപ്പൊ അതിനെ മാനേജ് ചെയ്യേണ്ടി വരും. പിന്നെ processor may communicate either directly with different manners or indirectly using interface in similar fashion.
ഇത് മൾട്ടിപ്പിൾ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ പെരിഫറൽ ഡിവൈസസിന് ഓരോ പെരിഫറൽ ഡിവൈസസിനും അതിൻ്റെതായ മെത്തേഡ്സ് ഉണ്ട്. അതിന് ആ ഓരോ പെരിഫറൽ ഡിവൈസസിനും ഡിഫറെന്റ് മോഡുകളായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ച് അത് വർക്ക് ചെയ്യും. അപ്പൊ അത് തമ്മിലൊരു സിങ്കർണൈസേഷൻ, ഒരു ഇന്റർഫേസ് വേണം ഡിഫറെന്റ് മോഡുകൾ ഹാൻഡിൽ ചെയ്യാൻ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇന്റർഫേസ് യൂണിറ്റ് വന്നു. എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഐബാറോ ഇന്റർഫേസ് യൂണിറ്റ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എക്സ്റ്റേണൽ ഡിവൈസസ് ഉണ്ട്. അത് കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, സ്കാനർ ആയിക്കോട്ടെ, പ്രിന്റർ ആയിക്കോട്ടെ, പ്ലോട്ടർ ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, ഒരു ഇന്റർഫേസ് വഴിയായിരിക്കും എങ്ങോട്ടേക്ക് പോവുക, പ്രോസസ്സറിലേക്ക് പോവുക. പ്രോസസ്സറിൽ നിന്നും ആ ഇന്റർഫേസ് വഴിയാണ് ആ ഡിവൈസസിലേക്ക് പോവുക. ഈ റോളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോട്ടോ. പിന്നെ ഇത് ഇന്റർഫേസ് യൂണിറ്റ് മെക്കാനിസം പെട്ടെന്നൊന്ന് പറയാം. ഈ ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ 3 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ബസസ് എന്നാണ് പറയുക. അത് അഡ്രസ് ബസ്, ഡേറ്റ ബസ്, കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് നമുക്കറിയാം നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസുകളെ ആയിരിക്കും അത് ചെയ്യുക. ഡേറ്റ ബസ് ബൈ ഡയറക്ഷണൽ, ടു ആൻഡ് ഫ്രോ ഉണ്ട്, മുമ്പോട്ടും പുറകോട്ടും. എന്ന് വെച്ചാൽ ഇപ്പൊ മെമ്മറി യൂണിറ്റിൽ നിന്ന് സി പി യുയിലോട്ടും സി പി യുയിൽ നിന്ന് മെമ്മറിയിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അഡ്രസ് ബസ് സിംഗിൾ ഡയറക്ഷൻ ആണ്, മെമ്മറി യൂണിറ്റ് ടു അഡ്രസ് ബസ്സിലേക്കായിരിക്കും അത് പോവുക. അതാണ് ഇവിടെ ബൈ ഡയറക്ഷണൽ ഡേറ്റ ബസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡേറ്റ എല്ലാം ബൈ ഡയറക്ഷണൽ, രണ്ടെണ്ണം ഉണ്ട്. കൺട്രോളും ഉണ്ടോ, സിംഗിൾ ഡയറക്ഷണൽ ആണ്. ഇത് ഇന്റർഫേസ് ബസ് ആണ്. ഇവിടെ നിങ്ങോട്ടുള്ള ഡേറ്റ മൊത്തം സി പി യുയിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങോട്ടുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കായിരിക്കും പോവുക. ഇപ്പൊ പോർട്ട് എ, പോർട്ട് ബി, കൺട്രോൾ രജിസ്റ്റർ, സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇവിടെ ഒരു ചിപ്പ് സെലക്ട് ഉണ്ട്, CS, ദെൻ RS1 ഉണ്ട്, രജിസ്റ്റർ സെലക്ട് ഉണ്ട്, ഇൻപുട്ട് ഐബാറോ റീഡ് ഉണ്ട്, ഐബാറോ റൈറ്റ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ആൻഡ് സിഗ്നലിന്റെ പേര് RD നും WR നുമാണ്. ആ ഡയഗ്രാം നോക്കുക. പിന്നെ സിസ്റ്റം ബസ് ആൻഡ് ഐബാറോ ഇന്റർഫേസ് മോഡ്യൂൾസ്. ഇത് പ്രോസസർ ആണ്. പ്രോസസറിലേക്ക് ഡേറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ് ഉണ്ട്. അത് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഉണ്ടോ, കീബോർഡും ഡിസ്പ്ലേയും ഉണ്ട്. ഇന്റർഫേസ് വഴിയാണ് ഈ ഓരോ ഇതിലേക്കും. ഉണ്ടോ, കൺട്രോൾ ബസ്സിൽ നിന്ന് ഇനിയിപ്പോ നിങ്ങൾക്ക് ഡയഗ്രാം ഒക്കെ എളുപ്പമായിരിക്കും. നമ്മൾ കുറേ ഡയഗ്രാം വരച്ചു കണ്ടു. അഡ്രസ് ബസ്സിലേക്കും കണക്ഷൻ പോയിട്ടുണ്ട്. കാരണം ഈ കീബോർഡും ഡിസ്പ്ലേ ടെർമിനലും ഒക്കെ ഓരോ ഫയലുകളായിട്ടാണ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിന്റെ അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് കിട്ടും. പിന്നെ ഇന്റർഫേസിന്റെ അകത്ത് പ്രിന്ററിന്റെ ഇന്റർഫേസ് ഉണ്ട്, അതും കണക്ട് ചെയ്തിരിക്കുന്നു. മാഗ്നറ്റിക് ഡിസ്കിന്റെ ഇന്റർഫേസ്. ഇവിടെ ഈ ഒരു ടേം, ഇത് രണ്ടെണ്ണം ഒന്ന് നോക്കണം. ഐബാറോ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെമ്മറി ബസ്. എ പ്രോസസർ റിക്വയർസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് memory system. The system bus, the input output bus and the memory bus is used to control the exchange of data among the processor. എന്നുവെച്ചാൽ ആ പ്രോസസ്സറിനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും അല്ലെങ്കിൽ പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയ്ക്കുള്ള ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് മെമ്മറി ബസ് യൂസ് ചെയ്തിട്ടാണ്. അത് ഡേറ്റാ ബസ് ആണ് കേട്ടോ ശരിക്കും. ഐബാറോ ബസ് ആൻഡ് memory bus is actually data bus. Then isolated and memory mapped ഐബാറോ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില മെഷീൻസ് ഒക്കെ നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ 16 വേർഡ്
സ്റ്റോറേജ് ഉണ്ടെങ്കിൽ 2⁴ അല്ലേ? 4 ബിറ്റ് അഡ്രസ് ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇതാണ് അഡ്രസ് സ്പേസ് എന്ന് പറയും. അപ്പൊ ഈ അഡ്രസ് സ്പേസിന്റെ അകത്ത് നമ്മൾ മെമ്മറിയെ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഈ അഡ്രസ് സ്പേസിന്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോലെയുള്ള സിസ്റ്റങ്ങളെയും കൂടെ കൂട്ടി ആ അഡ്രസ്സിംഗ് സിസ്റ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇവിടെ ഐസൊലേറ്റഡ് ആൻഡ് മെമ്മറി മാപ്പ്ഡ് ഐബാറോ എന്ന് പറഞ്ഞു. ഇൻ കേസ് ഓഫ് ഐസൊലേറ്റഡ് ഐബാറോ എന്ന് പറഞ്ഞാൽ ദ അഡ്രസ് ബസ് യൂസസ് ബസസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ഐബാറോ ആൻഡ് മെമ്മറി ബട്ട് സെപ്പറേറ്റ് റീഡ് ബാർ കൺട്രോൾ ആർ യൂസ്ഡ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. പറഞ്ഞ എന്താ, ഇവിടെ ഈ മെമ്മറി റീഡ് ചെയ്യാനായിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ ഈ സെയിം അഡ്രസ് ബസ് ഡേറ്റാബേസ് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സെയിം ഡേറ്റാബേസ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. കൊടുക്കുന്ന അഡ്രസ്സും സെയിം രീതിയിലായിരിക്കും. Whenever the processor decodes the instruction for iBarrow devices, it places address on the address line and activated the iBarrow read or iBarrow write control line. ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ അകത്ത് തന്നെ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ അഡ്രസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ആ ഡിവൈസസിനെ ഫെച്ച് ചെയ്യുകയും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഐസൊലേറ്റഡ് ഐബാറോ. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെയിം സെറ്റ് ഓഫ് റീഡ് റൈറ്റ്, അതായത് മെമ്മറി മാപ്പ്ഡ് ഐബാറോ ആണെങ്കിൽ നമ്മൾ സെയിം സെറ്റ് ഓഫ് റീഡ് റൈറ്റ് സിഗ്നൽസ് ആയിരിക്കും മെമ്മറിക്കും ഇൻപുട്ട് ഔട്ട്പുട്ടിനും ഉണ്ടാവുക. ആൻഡ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഐബാറോ ആൻഡ് മെമ്മറി അഡ്രസ്. എന്ന് വെച്ചാൽ ഈ മെമ്മറിയുടെ ഓരോ ലൊക്കേഷനും നമ്മൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് പോലെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയും നമ്മൾ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. എവിടെ? മെമ്മറി മാപ്പ്ഡ് ഐബാറോ. ഐസൊലേറ്റഡ് ഐബാറോ ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് വേറൊരു സിസ്റ്റം, മെമ്മറി ടോട്ടൽ സിസ്റ്റം മെമ്മറിക്ക് വേറൊരു സിസ്റ്റം, സെപ്പറേറ്റ് ഡേറ്റാബേസസ് ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെമ്മറി മാപ്പ്ഡ് ഐബാറോ. നിങ്ങൾ ചിലപ്പോൾ ചില ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറയില്ലേ, ആ ഡ്രൈവർ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് അല്ലെ, ആ ലൊക്കേഷന്റെ അഡ്രസ് ആണ് ഇവിടെ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ അഡ്രസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഡിവൈസ് കൺട്രോളേഴ്സ് ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഇപ്പൊ സാധാരണഗതിയിൽ നോക്കട്ടെ, DX ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ഇത് ഇപ്പറേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഞാൻ ഇവിടെ പറയാം. DMA ഒക്കെ ഇവിടെ വരും, സെയിം സാധനം തന്നെയാണ്. ഇപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ന്യൂ സിലബസിൽ എനിക്ക് അറിയത്തില്ല അതെന്നാണ്, ഞാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. പണ്ടൊക്കെ ഇതായിരുന്നു അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സ് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് പ്രോഗ്രാംഡ് ഐബാറോ, രണ്ടാമത്തേത് ഇന്ററപ്റ്റ് ഡ്രിവൺ ഐബാറോ, മൂന്നാമത്തേത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഞാൻ പെട്ടെന്ന് പറയാം. ഈ പ്രോഗ്രാംഡ് ഐബാറോയിൽ നമ്മൾ സ്പെസിഫിക് പ്രോഗ്രാംസ് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുറച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വിചാരിക്കാല്ലേ, നമുക്ക് കീബോർഡിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ആര് സെൻഡ് ചെയ്യുന്നു? CPU സെൻഡ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനാണെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിലേക്ക്, അല്ലെങ്കിൽ ഒരു മെമ്മറിയിലിരിക്കുന്ന ഡേറ്റ ആണെങ്കിൽ ആ പർട്ടിക്കുലർ മെമ്മറിയിലേക്ക് നമ്മുടെ റിക്വസ്റ്റ് പോകുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാംഡ് ഐബാറോ ആണെങ്കിൽ
എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ആ ഡേറ്റ റിസീവ് ചെയ്യുന്നിടം വരെ CPU എപ്പോഴും വിജിലന്റ് ആയിരിക്കും. ആ ഡേറ്റ കിട്ടിയോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ CPU ഇന്ന ലൊക്കേഷനിലേക്ക് ആ ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ റൈറ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നിടം വരെ CPU വിജിലന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി എടുത്തോണ്ടിരിക്കും, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാൻ പോകുന്ന എങ്ങനെയാ, ഫോണൊക്കെ വെച്ചിട്ട് അല്ലെ, എന്നിട്ട് മെസ്സേജ് അയക്കും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, പുസ്തകമോ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ നോക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധ ആ ഒരു മെസ്സേജ് വരുമ്പോ ഒരു ക്ലിങ് എന്നൊരു സൗണ്ട് കേൾക്കും, ഇതേമേ മറുപടി വന്നോ ഈ ഒരു പരിപാടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും വിജിലന്റ് ആയതുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധ കുറയും. ഇത് തന്നെ CPUവിന്റെയും കുഴപ്പം. പുള്ളി അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയോ സക്സസ് ആയോ ഇത് നോക്കുമ്പോൾ CPUവിന്റെ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യും. അതാണ് പ്രോഗ്രാംഡ് ഐബാറോ. ഇനി ഇന്ററപ്റ്റ് ഡ്രിവൺ ഐബാറോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പ്രോഗ്രാംഡ് ഐബാറോ ഒക്കെ തന്നെ, പക്ഷെ എപ്പോഴും ഇല്ല. നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ് ആവശ്യമായിട്ട് വരുമ്പം ഒരു ഇന്ററപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മളെന്ന് പറഞ്ഞ പ്രോഗ്രാം CPUവിനെ ഒരു ഇന്ററപ്റ്റ് ഉപയോഗിച്ച് അതിന്റെ ശ്രദ്ധ ക്ഷണിക്കും, ഇന്ന ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പം മാത്രം CPU ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെടുകയും അത് കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിന്ന് റിലീവ് ആയി അടുത്ത പ്രോഗ്രാമിന്റെ ബാക്കി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോർമൽ ഫ്ലോയെ ബ്രേക്ക് ചെയ്യുന്ന എന്തോ ഒന്ന് അല്ലെ. അതായത് ഇപ്പൊ നമ്മള് സ്കൂളിലല്ലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്യൂണ് വരും അല്ലെ, നോട്ടീസ് തരും. അപ്പൊ നമുക്കത് വായിക്കണം. അപ്പം വായിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിള്ളേരോട് അവിടെ ഹാൾട്ട് ചെയ്യാൻ പറയും. നമ്മളത് വായിച്ച് തിരിച്ചു കൊടുക്കും, തിരിച്ചു വന്ന് ക്ലാസ് ഇത് ചെയ്യും. അവിടെയാണ് അല്ലെ. ഇനി ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഡ്രോബാക്സ് എപ്പോഴും CPU വിജിലന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ വരും. പക്ഷെ ബൾക്ക് എമൗണ്ട്, ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ ഈ വരുന്ന സിസ്റ്റം ഒന്നും നേരെ ചൊവ്വേ വർക്ക് ചെയ്യാതെയാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മൊഡ്യൂളാണ്. അത് പക്ഷെ ഒരു പ്രോസസർ ഒന്നുമല്ല, ഒരു സെപ്പറേറ്റ് മൊഡ്യൂളാണ്. അപ്പൊ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ CPU അതിന്റെ കൺട്രോൾ, DMA ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, CPU സ്റ്റാർട്ടിങ് അഡ്രസ്സും ബ്ലോക്ക് സൈസും പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ CPU പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ഡേറ്റ ബ്ലോക്ക്, പിന്നെ ബ്ലോക്ക് സൈസ്, ഇത്രയുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ അകത്ത് അപ്പൊ ഒരു ബെനിഫിറ്റ് ഇവിടെ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരു ഡേറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വരുമ്പോൾ DMA CPUവിന്റെ കയ്യിൽ നിന്ന് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ മേടിക്കും. CPU അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ CPU ഫ്രീ ആ. പിന്നെ ആരാ ഈ ബ്ലോക്ക് ഓഫ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, DMA ആണ്. DMA അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ CPUവിനേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, പ്രോസസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ CPUവിന് പകുതി പണി കുറഞ്ഞു. ഇനി DMAയുടെ ചേട്ടൻ ഒരാളുണ്ട് കേട്ടോ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കോ പ്രോസസർ, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസർ എന്ന് പറയും. അതൊക്കെ വലിയ ബൾക്ക് ഫയൽ പ്രോസസ്സറുകളിലൊക്കെയാണ്, ഫയൽ സെർവറുകളൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള കോ പ്രോസസ്സറുകളാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് DMAയുടെ അത്രയും പോലെ, DMA ആണെങ്കിൽ ഇന്ററപ്റ്റ് എങ്കിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതില്ല, സെൽഫായിട്ട് ഡേറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഉള്ളതാണ്. ബൾക്ക് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ CPUവിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ ഐപാര പ്രോസസർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുവാണ് ചെയ്യും. ഇത് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ പ്രോഗ്രാമിന്റെ. ഇത് പറഞ്ഞിട്ടുണ്ട്, interrupt driven IBARO, the complete list of interrupt driven. The processor issues read write command, the processor executes some other program or instruction, the IBARO interface read the data,
interrupt the processor checks the interrupt after completion, the processor saves the context, then return back, then read. ഇതൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. വായിച്ചു നോക്കിയാൽ മതി. അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതിനകത്ത് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് പറഞ്ഞിരുന്നു, അവിടെ ഒന്ന് പറഞ്ഞു പോ. സ്പീക്കർ ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, എന്താണ് ഒരു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ, നോർമൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സറിന്റെ ഫംഗ്ഷനെ നമ്മൾ ഹൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഇത് പലയിടത്തും നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരുവാണ്, അതൊരു ഔട്ട്പുട്ട് പ്രോസസ്സാണ് അല്ലെ, ഔട്ട്പുട്ടിംഗ് ആണ്. അല്ലെങ്കിൽ ഒരു സ്കാനിങ് വരുവാണ്, സ്കാൻ സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതൊരു ഇൻപുട്ടിംഗ് ആണ്. അപ്പൊ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ, ഈ CPU ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഡേറ്റയൊക്കെ ഉണ്ടാവും. ഒന്ന് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുന്ന വാല്യൂ. എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് അറിയത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അത് പഠിപ്പിക്കാൻ നേരമായി വരുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് തീരും. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് രജിസ്റ്റർ ആണ്. അതിന്റെ അകത്ത് കറന്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. കറന്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും, അത് പ്രോഗ്രാം കൗണ്ടർ. പിന്നെ ഇതിൻ്റെ പ്രോസസ് സർവീസ് വേർഡ് PSW എന്ന് പറയും. അതിൻ്റെ അകത്ത് അതർ രജിസ്റ്റേഴ്സ്, ചില ഫ്ലാഗുകളൊക്കെ കാണും, പിന്നെ ഇന്റർമീഡിയറ്റ് റിസൾട്ട് കാണും, ഇതൊക്കെ ഉണ്ടാവും. ഇത് ഓരോ സമയത്ത് ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പ്രോഗ്രാം ഓരോരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റയൊക്കെ മാറും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിനെ ഒരു ഇന്ററപ്റ്റ് വന്ന് കോൾ ചെയ്തു അല്ലെ. അതിന് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, പ്യൂണിന്റെ കയ്യിൽ പോയി നോട്ടീസൊക്കെ വായിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരുടെ ചോദിക്കുക, അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയേ? അപ്പൊ നിങ്ങൾ പറയും ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ പാരഗ്രാഫ് അല്ലെ ഇത്രാമത്തെ ലൈൻ, അല്ലെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ ഇപ്പൊ A+B ഹോൾ സ്ക്വയർ ഈക്വൽ ടു വരെ ഇട്ടു മിസ് എന്ന് പറയും. ബാക്കി നമ്മൾ ഇനി എഴുതണം. അപ്പൊ ടീച്ചർ അത് റീകോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ അതുപോലെയാണ്, പക്ഷെ ഇവിടെ എന്താ സെൽഫായിട്ടുള്ള ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ എല്ലാം ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഇത് ജമ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിന്റെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്ത് വെക്കും. ആര് സ്റ്റോർ ചെയ്ത് വെക്കും? CPU സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ഈ PSW ഫ്ലാഗ് രജിസ്റ്റർ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്, PCയുടെ വാല്യൂ, ഇതെല്ലാം ചെയ്യും. അപ്പൊ ഒരു ഇന്ററപ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വേറൊരു പ്രോഗ്രാം ബ്ലോക്കിലേക്കാണ്. അതിന്റെ പേരാണ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ. ഇത് പ്രീ ഡിഫൈൻഡ് ആണ്. ഇപ്പൊ പ്രിന്റ് ആണെങ്കിൽ പ്രിന്റ് സർവീസ് റൊട്ടീനിലേക്ക് പോകും, സ്കാൻ ആണെങ്കിൽ സ്കാൻ സർവീസ് റൊട്ടീനിലേക്ക് പോകും. അത് പ്രീ ഡിഫൈൻഡ് ആണ്. ആ ലൊക്കേഷൻ കറസ്പോണ്ടിങ് ഇന്ററപ്റ്റ് സർവീസ് വെക്ടർ ടേബിൾ IVT എന്ന് പറയും. ഈ വെക്ടർ ടേബിളിൽ ഉണ്ടാവും. ഈ ടേബിളിൽ നിന്ന് അഡ്രസ്സ് കിട്ടും, അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഇപ്പൊ ആ റൊട്ടീനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ റൊട്ടീൻ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോരും. ഇവിടെ കുഴപ്പം എന്താണ്, ഇവിടെ എന്തിനാ സേവ് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ മാറും,
ലോക്കൽ വേരിയബിൾസിന്റെ വാല്യൂ മാറും. ഇപ്പൊ ഇനിയിപ്പോ ഈ ഇന്ററപ്റ്റ് സർവീസ് വെക്ടർ ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് CPU. അപ്പൊ അതിന് വേണ്ടുന്ന റിസോഴ്സ് ഒക്കെ അവിടെ കൊടുത്തു. ഇനിയിപ്പോ തിരിച്ചു വന്നിട്ട് എന്ത് വേണം? പഴയ വാല്യൂനെയൊക്കെ റീസ്റ്റോർ ചെയ്തിട്ട് അതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീനിൽ ഇത് ചെയ്യുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോ കുറച്ച് ടൂറല്ല, ഇപ്പൊ വെക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കസിൻസിന്റെ വീട്ടിലോട്ട് പോകും. അപ്പൊ നിങ്ങൾ റൂമൊക്കെ വൃത്തിയാക്കി, എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന്. നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കി അവിടെ യൂസ് ചെയ്യാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു, ഇവിടെയുള്ളതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. തിരിച്ചു വരുമ്പോൾ ഇടാനുള്ളതൊക്കെ കഴുകി മര്യാദയ്ക്ക് മടക്കി വെച്ചിട്ട് പോകും അല്ലേ? തിരിച്ചു വരുമ്പോൾ നല്ല രസമാക്കി. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യമല്ലേ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു, തീർന്നു. ഇനി അവിടെ പോയി അവിടുത്തെ റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാം. അവിടെ ചെന്ന് ആ ഡ്രസ്സൊക്കെ ഇട്ടു, അതൊക്കെ ഉപയോഗിച്ചു, അവിടെ കുറച്ച് ദിവസം നിന്നു, തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഈ ഡ്രസ്സിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇത് വായിച്ചാൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഇതും പലവട്ടം ചോദിച്ചിട്ടുള്ള ഈ ഇന്ററപ്റ്റ് സർവീസ് എങ്ങനെയാണ്, ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് IVT ഇതാ ഇവിടെയുണ്ട്. നമ്മള് ഇതാണ് സാധാരണ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി? ഇത് ഇന്ററപ്റ്റിലേക്ക് ജമ്പ് ചെയ്തു. സോറി. ഇതാണ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീന്. ഇത് നമ്മുടെ പ്രോസസ്സറാണ്. ഈ Y+L എന്ന് പറഞ്ഞത് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തതാണ്. ജനറൽ രജിസ്റ്റേഴ്സിൽ വേണ്ട വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു, സ്റ്റക്ക് പോയിന്ററും സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ എന്റെ പോലെ ഈ പടത്തിന്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. ആ പഴയ ബുക്കിൽ ഒരു നല്ല സിമ്പിൾ പടം കിടപ്പുണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരുന്നു എളുപ്പം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്, ഈ ഇന്ററപ്റ്റ് സർവീസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇന്ററപ്റ്റ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിലൊന്നാണ് മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം പല ഇന്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ് lines എന്ന് പറയുന്നത്. The priorities are assigned to various interrupts and whenever an interrupt occurs, the highest priority interrupt will be handled first among all interrupts. അപ്പൊ മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം അല്ലെ? അതായത് ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ ഇപ്പൊ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിയൂണ് വന്ന് ഡോറിന് തട്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ആ പെട്ടെന്ന് പ്യൂണിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഒരു കൊച്ചു തല കറങ്ങി വീണു. ഏത് പ്രോസസ്സിനായിരിക്കും പ്രയോറിറ്റി? തല കറങ്ങിയ ആൾക്കായിരിക്കും ഡെഫിനറ്റ്ലി അല്ലെ? ഇപ്പൊ നമ്മൾ നോട്ടീസ് ഒക്കെ അവിടെ ഇട്ടു, ആദ്യം എന്ത് ചെയ്യും? തലകറക്കത്തിനെ പ്രോസസ് ചെയ്യും. അത് തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ് ആ സെയിം ടൈമിൽ വന്നു കഴിഞ്ഞാൽ ആർക്കാണോ പ്രയോറിറ്റി കൂടുതലുള്ളത് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് സോഫ്റ്റ്വെയർ പോൾ ആണ്. ഇതിൻ്റെ അകത്ത് interrupt service routine after interrupt occurred, the processor polls at IBARO interface and observing the status register in order to identify IBARO interface which caused the interrupt. ഇത് പോളിംഗ് ചെയ്യുക എന്ന് പറയും. സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഒരു നമ്പർ സിസ്റ്റം അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഏതാണ്ട് പ്രയോറിറ്റി ഒക്കെ പോലെ തന്നെ ആദ്യം എന്താ ഒരു പർട്ടിക്കുലർ ടൈം ഫസ്റ്റ് ഇന്ററപ്റ്റിന് കൊടുക്കും, അതിനുശേഷം രണ്ടാമത്തെ ഇന്ററപ്റ്റിലേക്ക് പോകും, പിന്നെ മൂന്നാമത്തിലേക്ക് പോകും, വീണ്ടും ഫസ്റ്റിലേക്ക് തിരിച്ചു വരും. ആ ഒരു രീതി. ഇതിനെ കുറച്ചുകൂടെ ഹാർഡ്വെയർലി അപ്ലൈ ചെയ്തേക്കുന്നതാണ് ഡെയ്സി ചെയിനിങ് എന്ന് പറയും. ലൈൻ ഷെയർഡ് ബൈ ഓൾ IBARO ഇന്റർഫേസസ് ആൻഡ് വെൻ ആൻ ഇന്ററപ്റ്റ് ഒക്കർ, ഒരു ഇന്ററപ്റ്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രോസസ്സർ ഒരു അക്നോളജ്മെന്റ് സിഗ്നൽ സെൻഡ് ചെയ്യും. അപ്പൊ ഈ അക്നോളജ്മെന്റ് സിഗ്നല് കിട്ടുന്ന ഡിവൈസസിന് ആ സമയത്ത് സർവീസ് റൊട്ടീനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ്
ഹാർഡ്വെയർ പോൾ അല്ലെങ്കിൽ ഡേസി ചെയിനിങ് എന്ന് പറയും. ഇനി അടുത്തതാണ് ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. only one IBARO interface to control the bus. അപ്പൊ ഇവിടെ എന്തായാലും ഈ മൾട്ടിപ്പിൾ, അതായത് അറ്റ് എ ടൈം പല ആൾക്കാർ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതായത് ഇവരെ ഒന്നുകിൽ പാരലലി പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രയോറിറ്റി അസൈൻ ചെയ്യണം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഡേസി ചെയിൻ പോൾ വെച്ച് കൊടുക്കേണ്ടി വരും, എന്ന് വെച്ചാൽ പോളിംഗ് കൊടുക്കേണ്ടി വരും. ഇനി അങ്ങനെയല്ല, ബസ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഈ ബസ്സിനെ ഹോൾഡ് ചെയ്യും. ആ ബസ് ഹോൾഡ് ചെയ്യാൻ ആർക്കാദ്യം പറ്റുന്നോ അവർക്ക് അവരുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ആ ഇന്ററപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഒരു ടോക്കൺ സിസ്റ്റം ഇല്ല, ആ ടോക്കൺ ഇരിക്കുന്ന ആളെ അല്ലേ വിളിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ളൊരു സംഭവമാണ്. പിന്നെ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യമൊക്കെയാണ് കേട്ടോ ഇവിടെ. ഈ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞാണ്, വായിച്ചു നോക്കിയാൽ കിട്ടും, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. അതിൻ്റെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം സൈക്കിൾ സ്റ്റീലിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മൾ DMA ഞാൻ പറഞ്ഞല്ലോ, DMAക്ക് ഓവറോൾ കൺട്രോൾ ഉണ്ട്. നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനനുസരിച്ച് നമ്മൾ DMAക്ക് പെർമിഷൻ കൊടുക്കുവാണ്. ഇപ്പൊ DMAക്ക് പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. DMA ആയാലും ഡേറ്റ റൈറ്റിങ്ങിനായാലും റീഡിങ്ങിനായാലും ഡേറ്റാബേസ് ഉണ്ട്. അതേ സമയത്ത് CPU അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ CPUവിന് എന്ത് വേണം? ഈ ഡേറ്റാബേസ് വേണം. പക്ഷെ DMAക്ക് എന്ത് ചെയ്യാൻ പറ്റും? CPUവിന്റെ ഡേറ്റാബേസിനെ ചില സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. The CPU cycle stealing causes delay to the operation of the processor for one memory cycle. അപ്പം ബസ് ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ എന്ത് വരും? ഡിലേ വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ പറയുമെന്ന് ചോദിച്ചാല്, ഇപ്പം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ രണ്ടുപേര് സിബ്ലിങ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്തെങ്കിലും കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട്. അപ്പം എന്ത് പറ്റി, ഇപ്പൊ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു കടയിൽ പോകുന്ന സാധനത്തിന്റെയൊക്കെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു, മറ്റേ ആളോട് പറഞ്ഞു ഈ മാസത്തെ കണക്കൊക്കെ ഒന്ന് ടാലിയാക്കാൻ പറഞ്ഞു. അപ്പം എന്ത് പറ്റി, ഒരാള് കണക്കൊക്കെ ടാലിയാക്കാനിരുന്നു, മറ്റേ ആള് ലിസ്റ്റ് എഴുതാനായിട്ടിരുന്നു. അപ്പൊ അയാളുടെ കയ്യിലൊരു പേനയുണ്ട്, മറ്റേ പുള്ളി ഈ ബുക്കൊക്കെ പിടിച്ചിട്ട് ഇത് ചുമ്മാ കാൽക്കുലേറ്റ് എഴുതുന്നൊന്നുമില്ല. പുള്ളിക്ക് എഴുതേണ്ടി വന്നപ്പോ എന്ത് പറ്റി, ലിസ്റ്റ് എഴുതുന്ന ആളോട് പേന മേടിച്ചു. അപ്പൊ അയാൾ അവിടെ ഡിലേ ആയി. മറ്റേ പുള്ളി കണക്ക് എഴുതി കഴിയുമ്പോൾ പേന കൊടുക്കും, അപ്പൊ അപ്പുറം എഴുതും. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ആ ഒരു രീതിക്ക് പോകും. അങ്ങനെയാണ്. അതായത് CPUവിനെ അലോട്ട് ചെയ്ത് ബസ്സിനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്യും. DMA ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ബസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ഭയങ്കരമായിട്ട് സിസ്റ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, കോസ്റ്റ് കൂട്ടും. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ പക്ക കൺട്രോൾ ഈ പുള്ളിയുടെ കയ്യിലാണ്. അതായത് CPU ആയിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും പോലെ കണക്ഷൻ ഉണ്ട്, ട്രാൻസ്ഫറിങ് ആണെന്നൊക്കെ അറിയും. പക്ഷെ കുറച്ച് എന്താ സെൽഫ് ഓട്ടോണോമസ് എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് കൺട്രോളിങ് കപ്പാസിറ്റി ഉള്ള ആളാണ്. ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്ന് CPUവിന് അറിയാം, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ. ഇത് പെരിഫറൽ ഡിവൈസസ് ആണ്. ഇതുണ്ടോ, CPU സെപ്പറേറ്റ് ആണ്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇവിടെയും മെമ്മറി ബസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡേറ്റാബേസും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഡയറക്റ്റ് കണക്ഷൻ വരുന്നത് പെരിഫറൽ യൂണിറ്റ് ടു മെമ്മറിയാണ്, അവിടുന്ന് മെമ്മറി യൂണിറ്റിലേക്ക് വരുവാണ്. അപ്പം സൈക്കിൾ സ്റ്റീലിംഗ് ഇവിടെ നടക്കത്തില്ല. പിന്നെ നമ്മൾ മൾട്ടിപ്ലക്സ്ഡ് ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ 2 ദിവസം മുമ്പ് മൾട്ടിപ്ലക്സർ പഠിച്ചു. ആ മൾട്ടിപ്ലക്സറിന്റെ ഒരു യൂസേജ് ഇവിടെയാണ് വരുന്നത്. അതായത് അഡ്രസ്സ്
ബേസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ബസ്സേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലക്സ് ചെയ്ത് യൂസ് ചെയ്യും. ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നോളജി ഇതൊന്നും ഞാൻ പഠിപ്പിക്കൂല കേട്ടോ, പഠിക്കണം. പക്ഷെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇവർ ഇതിന്റെ ഇടയ്ക്ക് ഒരു 2 മാർക്കിന്റെയൊക്കെ ചോദിക്കും. ചുമ്മാ ഉറക്കമൊക്കെ വന്നിരിക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ മതിയേ. ഈ ചാപ്റ്ററിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കൊരു 1 മിനിറ്റ് തരണേ, എക്സിറ്റ് ആവരുത്, ഞാനിപ്പോൾ വരാം. ഇത്തിരി വെള്ളം കുടിച്ചിട്ട്. ഇതിന്റെ അകത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്, ഒരു സെക്കൻഡ് അൺമ്യൂട്ട് ചെയ്തല്ലോ അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം സിസ്റ്റം എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഒരു കോഡ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സിയിൽ ഒരു പ്രോഗ്രാം എഴുതി, അല്ലെങ്കിൽ പൈത്തണിൽ ഒരു പ്രോഗ്രാം എഴുതി, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് എഴുതുന്നത്. അത് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഇപ്പം പൈത്തണിന്റെ അകത്താണെങ്കിൽ നമ്മൾ സോറി പൈത്തണിന്റെ അകത്ത് ഇപ്പം ഞാൻ എഴുതി റിസൾട്ട് ആർ ഈക്വൽ ടു എ പ്ലസ് ബി പ്രിന്റ് ആർ എന്ന് എഴുതി. ഇവിടെ ഈ ആർ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സമ്മാണ് അല്ലെ. ഓപ്പറേഷൻ നടക്കേണ്ടത് സമ്മാണ്. എയും ബിയും അതിന്റെ വാല്യൂസ് ആണ്. ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കുറഞ്ഞത് 3 കാര്യങ്ങൾ ഉണ്ടാവും. കുറഞ്ഞത് 2, കൂടിയത് 3 കാര്യം. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഓപ്പറേഷൻ.
ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് എന്ന് പറയും. ഓപ്പ് കോഡ്. പിന്നെ ഓപ്പറൻഡ്. ഓപ്പറൻഡ് മീൻസ് ദ ഡേറ്റ ഓൺ വിച്ച് ദ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. ഇവിടെ എയും ബിയും ആണ്. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ്, അപ്പൊ ഇവിടെ അഡീഷൻ ആണ് നടക്കേണ്ടത് ഉണ്ടോ. പിന്നെ ഇതിന്റെ അകത്ത് ഒരു മോഡ് വരും, ദാറ്റ് ഈസ് അഡ്രസ്സിംഗ് മോഡ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഓപ്പറൻഡിനെ പറഞ്ഞേക്കുന്നത്. ഇവിടെ എയും ബിയും നേരിട്ട് പറഞ്ഞേക്കും, അപ്പൊ ഇത് ഡയറക്റ്റ് അഡ്രസ്സിങ്. അതിലേക്ക് നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട് നമുക്ക്. അല്ല നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് മുഴുവൻ ഈ കിടക്കുന്നതെല്ലാം, ഈ കാണിച്ചേക്കുന്ന മൊത്തം അതാണ്. അപ്പൊ ഇങ്ങനെ ഓപ്പറൻഡ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ, ഈ ഇൻസ്ട്രക്ഷൻ എവിടെ ആയിരിക്കും ശരിക്കും പോയി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക? മെമ്മറിയിലായിരിക്കും അല്ലെ. നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ മെമ്മറിയിലല്ലേ, സിയിൽ എഴുതുന്ന പ്രോഗ്രാം ആയാലും പൈത്തണിൽ എഴുതുന്ന പ്രോഗ്രാം ആയാലും അത് മെമ്മറിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ എന്ത് ചെയ്യണം? ആ ഇൻസ്ട്രക്ഷനെ പോയി നമ്മൾ ഫെച്ച് ചെയ്യണം. അതിനെയാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ പോയി ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കണ്ടുപിടിക്കും, അതിന്റെ മൈക്രോ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്. പിന്നെയോ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ പറയും, ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്ലസ് ഓപ്പറേഷൻ ആയിരുന്നു. പിന്നെയോ ആ പ്ലസ് ഓപ്പറേഷനിൽ ആരൊക്കെയുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ. അപ്പൊ ആ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ അവരാണ് ഓപ്പറൻസ്. അപ്പൊ ഇനി ഓപ്പറൻറ്റിനെ ഫെച്ച് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാം അല്ലെ. ഇങ്ങനെ 5 സ്റ്റെപ്പ് അല്ലെ കുറഞ്ഞത് 4 സ്റ്റെപ്പ് എങ്കിലും ഉണ്ട്. ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം, ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, അതിൽ ഏതൊക്കെ ഓപ്പറന്റ് ആണോ അതിനെ പോയി ഫെച്ച് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, റിസൾട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. ഇപ്പൊ ഇവിടെയാണെങ്കിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ട് ആർ എന്ന് പറയുന്ന വേരിയബിളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ഇച്ചിരി സ്പേസ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയും. ഈ പ്രോഗ്രാം കൗണ്ടർ കറന്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് അല്ലെങ്കിൽ ഇപ്പൊ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഉള്ളതിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ച്. ഈ പ്രോഗ്രാം കൗണ്ടർ ആദ്യം ചെയ്യുന്നത് കറന്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്, അയ്യോ സോറി ഇതിങ്ങനെ കറന്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ബേസിൽ വെക്കും. അഡ്രസ് ബസ് അല്ലെങ്കിൽ MAR കൊടുക്കും. MAR എന്ന് പറയുമായിരിക്കും കറക്റ്റ്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വെച്ചാൽ MAR ഇതിനെ അഡ്രസ് ബേസിൽ കൊടുക്കും. MAR ഇതിനെ അഡ്രസ് ബേസിൽ കൊടുക്കും അല്ലെ. എന്നിട്ട് അഡ്രസ് ബസ് എന്ത് ചെയ്യും? ഈ അഡ്രസ്സിനെ മെമ്മറി യൂണിറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഈ അഡ്രസ്സിന്റെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോയി ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഡേറ്റയെ പോയി ഫെച്ച് ചെയ്യും. പക്ഷെ ഡേറ്റയെ പോയി ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ സംഭവം മാറി. ഇത് ഏത് ബസ്സിലാ? ഡേറ്റ ബസ്സിലാണ് കൊടുക്കുന്നത്, ബൈ ഡയറക്ഷണൽ ഡേറ്റ ബസ്. എന്നിട്ട് അത് ഒരു ഇന്റർമീഡിയറ്റ് രജിസ്റ്ററിൽ കൊണ്ട് സേവ് ചെയ്യും. അതാണ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ. അപ്പൊ ഇതിന്റെ അകത്ത് ഡേറ്റ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇതിപ്പോ സിസ്റ്റത്തിന് അറിയില്ല ഈ ഡേറ്റ വാല്യൂ ആണോ ഇൻസ്ട്രക്ഷൻ ആണോ എന്നൊന്നും അറിയില്ല. ഇത് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഇത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പോകും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അതിനെ ഡീകോഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇത് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പോകും. കണ്ടോ? ഇനി ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഓപ്പറന്റിന്റെ അഡ്രസ് കിട്ടി അല്ലെ. അപ്പൊ അത് വീണ്ടും MAR പോകും. MAR
ഇവിടുന്ന് ഡേറ്റയെ ഫെച്ച് ചെയ്യും. ആ ഡേറ്റ MDR വരും. ഇത് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഓൾറെഡി കയ്യിലുണ്ട്, CPU കൊടുത്തത് എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഡേറ്റ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് കൃത്യമായിട്ട്, അതിൻ്റെ ഇടയ്ക്ക് കൺട്രോൾ യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം കൃത്യമായിട്ട് പറയും. ഇതെല്ലാം ആരാ? ഡിജിറ്റൽ ഡിവൈസസ് അല്ലെ? കഴിഞ്ഞ ദിവസം പഠിച്ചതേ ഉള്ളൂ. ഇപ്പൊ ക്ലോക്ക് ഉണ്ട് അല്ലെ? ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ പഠിച്ചപ്പോ ക്ലോക്ക് പഠിച്ചു. ഇവിടെ ആ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത് ആരാ? കൺട്രോൾ യൂണിറ്റ് ആണ്. ആ കൺട്രോൾ സിഗ്നലിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസൈൻ കൺസിഡറേഷന്റെ അകത്ത് നമ്മൾ ശരിക്കും ഈ ഓപ്കോഡ് ഓപ്പറന്റ് ഇഫക്റ്റീവ് അഡ്രസ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ? ഇഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സും ഉണ്ട്, അതല്ലാതെ ഇറ്റ് ഈസ് ദ മെമ്മറി അഡ്രസ് വേർ ദ ഡേറ്റ ആൻഡ് ഓപ്പറന്റ് ഈസ് സ്റ്റോർഡ്. അതാണ് ഇഫക്റ്റീവ് അഡ്രസ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, ചിലപ്പം റിലേറ്റീവ് ആയിട്ട് പറയും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ആക്ച്വൽ ലൊക്കേഷൻ എവിടെയാണോ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുക. അപ്പൊ ഇതൊരു 32 ബിറ്റ് ഇൻസ്ട്രക്ഷന്റെ സ്ട്രക്ചർ ഇവർ തന്നിരിക്കുന്നത്. ഓപ്പറന്റിന് എത്രയാ? 0 to 23 എന്ന് പറയുമ്പോൾ 24 ബിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? 24 6 ബിറ്റ് ഓപ്കോഡിനും 1 ബിറ്റ് മോഡിനും വേണ്ടിയിട്ടും അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1 ബിറ്റ് മോഡിന് കൊടുക്കാറില്ല സാർ. നോക്കാം. ഇതിവിടെ ഒരു ബൈനറി ആഡ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് കോഡാണ്, അസംബ്ലി ലാംഗ്വേജ് കോഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആഡ് ഓപ്പറേഷൻ ഇറ്റ്സ് 7 ബിറ്റ് ഓപ്കോഡ്. 7 ബിറ്റ് ഓപ്കോഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓപ്പറന്റുകൾ ഏതൊക്കെ രീതിയിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ. ഇപ്പൊ ഞാൻ ആഡ് ഇവിടെ R=A + B എന്ന് പറഞ്ഞു അല്ലെ? ഈ A ഏതൊക്കെ രീതിയിലാവാം? എനിക്ക് എയുടെ വാല്യൂ എങ്ങനെ കൊടുക്കാം? 5 എന്ന് കൊടുക്കാം. എയുടെ വാല്യൂ 5.26 എന്ന് കൊടുക്കാം. ഉണ്ടോ? അപ്പൊ ഇത് ഇന്റിജർ ആവാം, ഫ്ലോട്ട് ആവാം അല്ലെ? ഇപ്പൊ സപ്പോസ് എനിക്ക് S=welcome എന്ന് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ ആണ്. കണ്ടോ? ക്യാരക്ടർ വാല്യൂ ആക്കാം. പിന്നെയോ മോഡ്. ഇപ്പൊ എനിക്ക് മോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് ഞാൻ ഓൺ എന്ന് കൊടുത്തു അല്ലെ ട്രൂ എന്ന് കൊടുത്തു. അപ്പൊ അത് ട്രൂ ഓർ ഫോൾസ് 2 വാല്യൂവേ കാണുള്ളൂ. കണ്ടോ? ഈ ഡേറ്റ ടൈപ്പ് ഇങ്ങനെ പല രീതിയിൽ വരും. ഇനി ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോസസ്സർ ഡിസൈൻ ചെയ്താൽ പോലും അതിനൊരു മിനിമം റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു വണ്ടി ആവണമെങ്കിൽ അതിന് മിനിമം എന്താ വേണ്ടേ? ഒരു വണ്ടി അല്ലെ ഒരു സാധനത്തിന് നമ്മൾ വണ്ടി എന്ന് അല്ലെ ഒരു വെഹിക്കിൾ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു ചക്രയിലും വേണം. ഒറ്റ ചക്രമുള്ള പിടിവണ്ടി കണ്ടിട്ടില്ലേ അല്ലെ? ഒരു ചക്രയിലും അതിന് വേണം. മോട്ടറൊക്കെ പിന്നെ ആലോചിക്കും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു CPU ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായിട്ട് വരും. അതിലൊന്നാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, ദെൻ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്, ദെൻ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ? എവിടുന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് മെമ്മറിയിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറി പോവും, മെമ്മറിയിൽ നിന്ന് CPU പോവും, CPU നിന്ന് വീണ്ടും മെമ്മറി വരാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് പോകാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത മൂവ്, കോപ്പി, കട്ട്, പേസ്റ്റ്, പിന്നെ എന്തോന്നാ ഇതൊക്കെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച്, ഇതൊക്കെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ടു മാനിപ്പുലേറ്റ് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
അതെന്താണ്? പ്രോസസ്സിംഗ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, നെഗേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എക്സ്പോണൻസിയേഷൻ, അങ്ങനെ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളല്ല. പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞു, നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്, സീക്വൻഷ്യൽ ആയിട്ടാണ് സാധാരണ എക്സിക്യൂട്ട് ചെയ്യാറ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇഫ് യൂസ് ചെയ്യും അല്ലെ? ഇഫ് നിങ്ങൾ ചിലരൊക്കെ സി പഠിച്ചു, ചിലർക്കൊന്നും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഒരു ലെവൽ അറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മളിപ്പോ രണ്ട് നമ്പർ കമ്പയർ ചെയ്യണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ പ്രിന്റ് എ, അല്ലെങ്കിൽ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 യു ക്യാൻ കാസ്റ്റ് വോട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ ചെക്കിംഗ് വരും, അല്ലെങ്കിൽ ഇപ്പൊ ലൂപ്പിംഗ് വരും. ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡേറ്റയെ എന്താ ഈ പ്രോഗ്രാമിന്റെ ആ സീക്വൻഷ്യൽ എക്സിക്യൂഷനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് മാറ്റേണ്ടി വരും അതിനെ, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ആ സീക്വൻഷ്യൽ എക്സിക്യൂഷനെ നമ്മൾ ചില സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് കൺട്രോൾ ചെയ്യും. അതിനെയാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കുറെ ഇതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. LD എന്ന് പറഞ്ഞ ലോഡും സ്റ്റോറും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോഡ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇന്റേണൽ രജിസ്റ്റേഴ്സിനെ ലോഡ് ചെയ്യും. അതായത് CPU-വിന്റെ അകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ മെമ്മറി ഹൈറാർക്കി പഠിച്ചപ്പോൾ ഇന്റേണൽ രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി എന്നും പറഞ്ഞാ പോയി. അപ്പം ഇന്റേണൽ രജിസ്റ്റേഴ്സിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടില് ഒരു ചാക്ക് അരി വാങ്ങിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ 10 കിലോ അരി ഒരു സഞ്ചിക്കകത്ത് ഇരിപ്പുണ്ട്, അത് വേകുവോ? അതാണ് എന്ത്? പ്രൈമറി മെമ്മറി. ഇനി അതിനെ എടുത്ത് കലത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കുക്കറിനകത്ത് ഇട്ട് അടുപ്പ വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ കുക്കറാണ് ആര്? ഇന്റേണൽ രജിസ്റ്റേഴ്സ്. അപ്പൊ പ്രൈമറി മെമ്മറിയിൽ ഇരുന്ന ഒന്നും നടക്കത്തില്ല. സത്യത്തിൽ അതാണ് കാര്യം. അപ്പൊ ലോഡ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് മെമ്മറിയിൽ നിന്ന് ഇന്റേണൽ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാനും, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യാനും. ടു സ്റ്റോർ ഡേറ്റ ഫ്രം പ്രോസസർ രജിസ്റ്റർ ടു മെമ്മറി. അതാണ്. മൂവ് ഉണ്ട്, എക്സ്ചേഞ്ച്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പുഷ്, പോപ്പ് ഒക്കെ വായിച്ചു നോക്കിയാൽ മതി. ഈ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ പഠിച്ചില്ലേ? അവരുടെ ഏറ്റവും വലിയ യൂസേജ് വരുന്നത് ഈ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാനായിട്ടാണ്. ഇത് കണ്ടോ? ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, മൾട്ടിപ്ലൈഡ് ബൈ 2ഉം ഡിവിഷൻ ബൈ 2ഉം ആണ്. അത് പല രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ട്. സർക്കുലർ ഷിഫ്റ്റ്, ഷിഫ്റ്റ് വിത്ത് ക്യാരി, സോറി, റൊട്ടേറ്റ് വിത്ത് ക്യാരി, റൊട്ടേറ്റ് വിത്തൗട്ട് ക്യാരി, ഇങ്ങനെ പല രീതിയിലുണ്ട്. സർക്കുലർ ഷിഫ്റ്റ് റൈറ്റ്, സർക്കുലർ ഷിഫ്റ്റ് ലെഫ്റ്റ് ഉണ്ട്. ഇത് ഓരോ സമയത്ത് ചെയ്യുമ്പോഴും എത്ര തവണ ചെയ്യുന്നു എന്നനുസരിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂവിനുണ്ടാവുന്ന വ്യത്യാസമുണ്ട്. അത് സിമ്പിൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞത് ഇഫ് ഒക്കെയാ അല്ലെ? ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18. പൈത്തൺ പഠിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? പൈത്തൺ കോഡ് എഴുതിയേക്കാം. കോളൻ പ്രിന്റ് you can cast vote. Colon. Then okay. ഇപ്പൊ ഈ ഇഫിന് പകരം നമ്മൾ ന്യൂമോണിക് കോഡുകൾ അസംബ്ലി ലാംഗ്വേജിലാണ് ഏത്? ബ്രാഞ്ച്, ജമ്പ്, സ്കിപ്പ്, പിന്നെ കോളും റിട്ടേൺ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ, മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോൾ ഇവിടെ സബ് റൂട്ടീൻസ് കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ഇതിനകത്ത് സ്റ്റോർഡ് പ്രോഗ്രാം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ജമ്പിങ് ആയിരുന്നു. അത് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് പ്രോഗ്രാം അല്ലായിരുന്നു, മെക്കാനിക്കൽ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
അതിന് പകരമായിട്ട് the computer organized to have processor registers and memory unit. Memory hold the program instructions as well as the operands on which operation is to be performed. For example, in a 16-bit memory of size 4096 words, an instruction of size 1 word include an opcode and one operand address. Since the size of the memory is 2 raised to 12, for 4096 വേർഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാമിന് ഒരു മെമ്മറി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്യുമുലേറ്റർ ഈസ് എ പ്രോസസർ രജിസ്റ്റർ ആൻഡ് ഈ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് അക്യുമുലേറ്ററിൽ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഡേറ്റയെ നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരി, ബ്ലോക്ക് 4ൽ 8086 ആണോ? നിങ്ങൾക്ക് ALP എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാണല്ലോ, അങ്ങനത്തെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയും. പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓൾറെഡി സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറി കൊണ്ടുവന്നാലും ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന അത്രയും സമയത്ത് ആ പ്രോഗ്രാം എലൈവ് ആയിരിക്കും അല്ലെ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോണിക് മെമ്മറി ഉള്ളതുകൊണ്ട് ആ കൺസെപ്റ്റിനെയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് അഡ്രസ്സസ് ആറ്റ് ഇൻസ്ട്രക്ഷൻ.